റിയാലിറ്റി ഷോ താരവും മോഡലുമായ ഷിയാസ് കരീമിന് സോഷ്യൽ മീഡിയയിൽ നിറയെ ആരാധകരുണ്ട്. 8.5 ലക്ഷത്തോളം പേരാണ് ഷിയാസിനെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു താരത്തിൻ്റെ വിവാഹ നിശ്ചയം. ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോസും ഷിയാസ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഈ പോസ്റ്റുകളെല്ലാം ഷിയാസ് നീക്കം ചെയ്തു. ഇതോടെ വിവാഹം മുടങ്ങിയെന്ന രീതിയിൽ റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഇപ്പോഴിതാ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിവാഹത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് ഷിയാസ്. വിവാഹം കഴിക്കുമെന്നും നിശ്ചയിച്ച പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് നിയമമൊന്നും ഇല്ലല്ലോ എന്നും അഭിമുഖത്തിൽ താരം പറയുന്നു. വിവാഹത്തെപ്പറ്റി ആധികാരികമായി സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. വിവാഹം ഉണ്ടാകും. നിശ്ചയിച്ച പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് നിയമം ഒന്നുമില്ലല്ലോ. എന്തായാലും ഞാൻ വിവാഹം കഴിക്കും. നിശ്ചയിച്ച പെൺകുട്ടി തയ്യാറാണെങ്കിൽ അവരെ വിവാഹം കഴിക്കും. അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവരെ വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയെങ്കിൽ വേറെയാളെ വിവാഹം കഴിക്കും. നാളത്തെ കാര്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ലാതെ ചെമ്മീൻ സിനിമയിലെ നടൻ മധുവിനെ പോലെ ബീച്ചിൽ പാട്ടുപാടി നടക്കാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ശരിയായിട്ടുള്ള ആളെ കിട്ടുമ്പോൾ ഞാൻ എല്ലാവരെയും അറിയിക്കും. ഞാൻ ഫോട്ടോ ഇടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടാൻ ആർക്കും അവകാശമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് എൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ചോദിക്കാം. ഞാനത് പറയാൻ ഓക്കെയാണെങ്കിൽ പറയും. നമ്മൾ വിചാരിക്കുന്നത് പോലെ ജീവിതം മുന്നോട്ട് പോകില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കാര്യങ്ങളെല്ലാം എളുപ്പമായേനെ എന്നും ഷിയാസ് കൂട്ടിച്ചേർത്തു. ഷിയാസിൻ്റെ വിവാഹ നിശ്ചയത്തിന് തൊട്ടുമുമ്പ് ഷിയാസിനെതിരെ പീഡന ആരോപണവുമായി യുവതി രംഗത്തെത്തിയിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. നിശ്ചയ ചടങ്ങുകൾ കഴിഞ്ഞ് 1 മാസത്തിനു ശേഷമാണ് ഷിയാസ് സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. ഇത്രയും സമയമെടുത്തത് എന്താണെന്ന് ആരാധകർ ഇതിന് താഴെ കമൻറ്റ് ചെയ്തിരുന്നു.